കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 11 മലയാളികൾ ഉൾപ്പെടെ 21 ഇന്ത്യക്കാർ മരിച്ചു. മലയാളികളിൽ 9 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞു. തീപിടുത്തത്തിലാകെ 49 പേരാണ് മരിച്ചത്. വിവരങ്ങളുമായി ജമാൽ ചേരുന്നുണ്ട്. ജമാൽ, ഈ മരണസംഖ്യ അടക്കം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ഈ മരണപ്പെട്ടവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എങ്ങനെ? വർഷ, കുവൈത്തിൽ ഇന്നലെ ഉണ്ടായ ദാരുണമായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ആകെ എണ്ണം 49 മലയാളികൾ 11 പേരാണ് മരിച്ചിട്ടുള്ളത്. ഇതിൽ 9 പേരുടെ പേരുവിവരങ്ങൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. തൃക്കരിപ്പൂർ എളബച്ചി സ്വദേശി കേളു പൊന്മലേരി, കാസർഗോഡ് ചെർക്കള കുണ്ടടക്കം സ്വദേശി രഞ്ജിത്ത്, പാമ്പാടി സ്വദേശി സ്റ്റീഫൻ എബ്രഹാം സാബു, പന്തളം മുടിയോർക്കോണം സ്വദേശി ആകാശ് എസ് നായർ, കൊല്ലം സ്വദേശി ഷമീർ, പത്തനംതിട്ട വാഴമുട്ട സ്വദേശി PV മുരളീധരൻ, കൊല്ലം വെളിച്ചിക്കാല വടകോട്ടുവിളയിൽ ലൂക്കോസ് എന്ന സാബു, പുനലൂർ നരിക്കൽ വാഴവിള സ്വദേശി സാജൻ ജോർജ്, കോന്നി അട്ടച്ചാക്കൽ സ്വദേശി ചെന്നിശ്ശേരിയിൽ സജു വർഗീസ് എന്നിങ്ങനെ 9 പേരാണ് മരിച്ചിട്ടുള്ളത്. ഇവരുടെ പേരുവിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇനി ചില ആളുകൾ പേരുവിവരങ്ങൾ കൂടി ലഭ്യമാകാനുണ്ട്. മലയാളികളുടെ മരണസംഖ്യ വർദ്ധിക്കാനാണ് സാധ്യത എന്നാണ് ഇന്നലെ കിട്ടിയ സൂചനകൾ. ഏതായാലും 11 മലയാളികളാണ് മരിച്ചിട്ടുള്ളത്. 21 ഇന്ത്യക്കാർ ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 49 പേരാണ് ആകെ മരിച്ചിട്ടുള്ളത്. ഇന്നലെ പുലർച്ചെ 4 മണിക്ക് കുവൈത്തിലെ മംഗഫിലെ NBTC കമ്പനിയിലെ ജീവനക്കാർ താമസിക്കുന്ന 6 നില കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. കെട്ടിടത്തിന്റെ താഴെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇവിടെ പാചകവാതക സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്നു. ഇതിൽ നിന്ന് തീ പടർന്നതാകാം അപകട കാരണം എന്നാണ് ഫയർഫോഴ്സ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. തീപിടുത്തം ഉണ്ടായ ഉടനെ മുകൾ നിലയിലേക്ക് തീ പടർന്നു. ജീവനക്കാർ രക്ഷപ്പെടാനായി മുകൾ നിലയിലെയും അതുപോലെ താഴെ നിലകളിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തേക്ക് പോവുകയും അവിടെ നിന്ന് ചാടാൻ ശ്രമിക്കുകയും ചെയ്തു. നിരവധി പേർക്ക് അപകടം പരിക്കേൽക്കുകയും മരണത്തിനിടയാക്കുകയും ചെയ്തത് ഈ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയതാണ്. അതുപോലെ തന്നെ പുക ശ്വസിച്ചും കുറെ പേർ മരിക്കുകയുണ്ടായി. കുവൈത്ത് ആഭ്യന്തര മന്ത്രി ഉൾപ്പെടെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ഏതായാലും ആശുപത്രിയിൽ ഇനിയും 30ഓളം പേർ ചികിത്സയിലാണ്. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ അല്ലെങ്കിൽ ഇനിയുള്ള തുടർ പ്രവർത്തനം നടത്താൻ സഹായം ലഭ്യമാക്കുന്നുണ്ട്. കേരള സർക്കാരിന്റെ കീഴിൽ നോർക്കയുടെ കീഴിൽ വിപുലമായ ഹെൽപ്പ് ഡെസ്കും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ മലയാളികളെ ആകെ ആശങ്കയിലാക്കിയ അല്ലെങ്കിൽ ആകെ അത്യന്തം ദുഃഖത്തിലാക്കിയ ദാരുണമായ അപകടമാണ് കുവൈത്തിൽ ഉണ്ടായത്. ഇനിയും 2 മലയാളികളെ കൂടി തിരിച്ചറിയാനുണ്ട്. വർഷ, അവരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണോ? കുട്ടികളടക്കം ഉൾപ്പെട്ടിട്ടുണ്ടോ? കുട്ടികളില്ല. കാരണം ഇതിൽ ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടമാണ്. 195 ജീവനക്കാർക്ക് താമസിക്കാനാവുന്ന അല്ലെങ്കിൽ 195 ജീവനക്കാരാണ് ഈ കെട്ടിടത്തിൽ താമസിക്കുന്നത്. ഈ അപകട സമയത്ത് ഏതാണ്ട് 175ഓളം ജീവനക്കാർ ഉണ്ടായിരുന്നു. കുവൈത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു കമ്പനിയാണ് NBTC. മലയാളിയുടെ ഉടമസ്ഥതയിലാണ് ഈ കമ്പനി ഉള്ളത്. ഈ കമ്പനിയിലെ ജീവനക്കാരാണ് ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നത്. ശരി ജമാൽ, കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 11 മലയാളികൾ ഉൾപ്പെടെ 21 ഇന്ത്യക്കാർ മരിച്ചിരിക്കുകയാണ്. മലയാളികളിൽ 9 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിവരങ്ങളാണ് ജമാൽ നൽകിയത്.